കാലത്ത് രാജപ്രഭാവത്തിന്റെ ഛത്രവും ചാമരവും വീശിനിന്ന പന്തളം രാജവംശത്തിന്റെ പ്രതാപം അസ്തമിക്കുന്നത് സമ്പത്തിന്റെ പേരിലായിരുന്നു. പന്തളം അതിന്റെ പ്രതാപകാലത്ത് തിരുവിതാംകൂർ രാജാക്കന്മാരുമായി സൗഹാർദ്ദപരമായ ബന്ധമായിരുന്നു നിലനിന്നിരുന്നത്. അങ്ങനെയിരിക്കെ ടിപ്പു സുൽത്താന്റെ ആക്രമണം തടയുന്നതിനു വേണ്ടി പന്തളം രാജ്യം യുദ്ധച്ചെലവിനത്തിൽ വിഹിതമായി 2 ലക്ഷം രൂപ പടപ്പണം അടയ്ക്കേണ്ടി വന്നു. ഈ പണം സ്വരൂപിക്കാൻ മദ്രാസിലെ മുരളിദാസ് കൃഷ്ണദാസ് എന്ന പണയ വ്യാപാരിക്ക് പന്തളം രാജ്യം 2 ലക്ഷം രൂപയ്ക്ക് പണയം വയ്ക്കുകയായിരുന്നു. ഇതുകൂടാതെ മാത്തു തരകൻ എന്നയാളിൽ നിന്നും 20,000 രൂപയും കടം വാങ്ങി. എന്നാൽ ഈ പണം കൃത്യസമയത്ത് പന്തളം രാജാവിന് തിരിച്ചു കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വന്നു. ഈ സമയം പന്തളം രാജ്യം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്ത് അടുത്തൂൺ പറ്റുകയായിരുന്നു. കൊല്ലവർഷം 995 മീനം 10-നായിരുന്നു തിരുവിതാംകൂറുമായി ഉടമ്പടി വച്ചത്. റാണി പാർവതിഭായിയുടെ കാലത്താണ് ഈ ഉടമ്പടി നടന്നത്. ഏതാണ്ട് 800 കൊല്ലത്തെ പഴക്കമുള്ള പന്തളം രാജ്യത്തിന്റെ ചരിത്രം അവസാനിക്കുന്നത് ഈ വിധമാണ്. തമിഴ്നാട്ടിലെ ചെമ്പഴത്തൂർ സ്വരൂപമാണ് പന്തളം രാജവംശമായി മാറിയത്. ഏതൊക്കെയോ കാരണത്താൽ തമിഴ്നാട്ടിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ് ചെമ്പഴത്തൂർ സ്വരൂപം മറവപ്പടയുടെ ആക്രമണം കാരണം കോന്നിയൂരിലെത്തി. കോന്നിയൂരിൽ നിന്നും ഈ സ്വരൂപം AD 1170 പന്തളത്ത് എത്തിച്ചേർന്നതെന്ന് കരുതുന്നു. പന്തളം രാജ്യം തിരുവിതാംകൂറുമായി ലയിച്ചപ്പോൾ ശബരിമല ഉൾപ്പെടെ പന്തളം രാജവംശത്തിന്റെ കീഴിലുണ്ടായിരുന്ന 48 ക്ഷേത്രങ്ങളും ഈ സമയത്ത് വിട്ടുകൊടുത്തിരുന്നു. മണികണ്ഠസ്വാമിയുടെ ജീവിതഗാഥകൾ ഉറങ്ങിക്കിടക്കുന്ന പന്തളം കൊട്ടാരം കാലക്രമേണ അതിന്റെ പൂർവ്വ സൗഭാഗ്യങ്ങളുടെ ഓർമ്മകളിൽ മാത്രമാവുകയും ചെയ്തു.